കല്യാണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പിന് ഓരോ വ്യക്തിയും തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക എന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏപ്രിൽ 26-ന് കേരളം വിധിയെഴുതിയപ്പോൾ അതേ ദിവസം തന്നെ വിവാഹിതരായ വധൂവരന്മാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിലും മറക്കാതെ എത്തി. പ്രണയസാഫല്യത്തിലും സ്വന്തം കർത്തവ്യങ്ങൾ മറക്കാതെ വധൂവരന്മാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ 26-ന് തിരുവനന്തപുരത്ത് വിവാഹിതരായ അനന്തു ഗിരീഷും ഗോപിക ബി ദാസും വിവാഹശേഷം മടങ്ങിയത് വീട്ടിലേക്കല്ല, നേരെ ചെന്നത് പോളിംഗ് ബൂത്തിലേക്കാണ്. തിരുവനന്തപുരത്തെ 106-ാം നമ്പർ ബൂത്തായ ഊളംപാറ LP സ്കൂളിൽ അനന്തുവും ഗോപികയും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ അവിടുത്തെ പ്രധാന ആകർഷണവും അവരായിരുന്നു. സന്തോഷം, വോട്ട് ചെയ്യണം, അത് നമ്മുടെ റൈറ്റ് ആണല്ലോ. അപ്പം വോട്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണത്തിൻ്റെ ഇടയിൽ എപ്പോൾ ടൈം കിട്ടിയാലും വരണം എന്ന് വിചാരിച്ചു. നിങ്ങൾ രണ്ടുപേരും ഒരു ബൂത്തിലാണ് വോട്ടിട്ടിരിക്കുന്നത്. ചിലപ്പോൾ അടുത്തടുത്തുള്ളവരായിരിക്കും. ലവ് മാരേജ് ആണോ? അതിപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഓഫീസിലായാൽ പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ലവ് മാരേജ് അല്ല, പണ്ട് തൊട്ടേ രണ്ട് ഫാമിലി തമ്മിൽ അറിയാം, ഫാമിലി ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ഇതേ ദിവസം ഗുരുവായൂരിൽ വിവാഹിതരായ അരുൺ മോഹൻ ലക്ഷ്മി നവദമ്പതികൾ ഒട്ടും വൈകിക്കാതെ വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തെത്തി തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി. ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമാണ്. സോ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരം വന്നു. സംസ്ഥാനത്ത് ഇവരെ പോലെ നിരവധി ദമ്പതികളാണ് ചടങ്ങുകൾക്കിടയിലും തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. പോളിംഗ് ബൂത്തുകളിൽ ഇരുകയും കോർത്തുപിടിച്ച് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന വൃദ്ധ ദമ്പതികളെ കണ്ടിട്ടില്ലേ? അവരെ പോലെ ഈ വധുവരന്മാർക്കും നിരവധി തെരഞ്ഞെടുപ്പുകൾക്ക് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ കൈകോർത്തു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.